ഹലോ എവ്രി വൺ. സോ ഇന്ന് ഞാൻ ഒരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ആയി ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ അതിനുള്ളൊരു സ്പെഷ്യലായിട്ടുള്ള ഡേ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ബീച്ചിൽ പോയപ്പോൾ ഇത് കണ്ടാൽ പിന്നെ എനിക്കവിടെ മനസ്സുണ്ടാവില്ല, എടുത്തിട്ട് വരാൻ തന്നെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ച് സ്റ്റേഷനിലാണ് പോയത്. പോകുമ്പോഴേക്ക് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൺസെറ്റാണ് ഇവിടുത്തെ മോനെ, നല്ല രസമാണ് കാണാൻ. പിന്നെ ചായ കുടിക്കാനാണല്ലോ നമ്മൾ പോകുന്നത്. കല്ലുമ്മക്കായും ചായയും പാനിപ്പൂരി. പിന്നെ മോമോ ഹബി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടുത്തെ നല്ലതായിരുന്നു. പിന്നെ നമ്മൾ ആ മീസിൽ പോയിട്ട് മാംഗോ മഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ സെറ്റ് സാധനമാണ്, അവിടെ പോയാൽ മസ്റ്റ് ട്രൈയും കൂടിയാണ്. എല്ലാവരും ട്രൈ ആക്കണം കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട്, പിന്നെ എൻ്റെ മുഖത്ത് കുറച്ച് എച്ചിങ് ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഡ്രൈനെസ്സും എന്താ അറിയില്ല, വിൻ്റർ ആയിക്കൊണ്ടായിരിക്കണം ഇങ്ങനെ ആ ഒരു ഫേസിൻ്റെ കണ്ടീഷന്. ഇത് ഞാൻ എന്തിട്ട് അപ്ലൈ ആക്കാറുണ്ട് കേട്ടോ, കൈക്കും മുഖത്തും ഒക്കെ അപ്ലൈ ആക്കാറുണ്ട്. പിന്നെ തായിൽ വന്നിട്ട് പത്തലോട് കേട്ടോ. ഇത് കണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ കണ്ണൂർക്കാർ വളരെയധികം സ്പെഷ്യലായിട്ടുള്ള സാധനമാണ് ഈ പത്തരി. നല്ല രസമാണ് കേട്ടോ. ഇതും ചിക്കൻ കറിയാണ് പേര് വേണ്ടത്, പക്ഷേ ഇപ്പോൾ നമുക്ക് മീൻ കറിയും മീൻ ഫ്രൈയും ആയിട്ടുള്ളത്. കുഴപ്പമില്ല, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ സംഭവം. അപ്പോൾ പിന്നെ രാത്രി കിടക്കാൻ മീൻസ് ഒരു 10 മണി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് എഡിറ്റിങ്ങൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിഷിംഗ് ബോർഡാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടുന്നതാണ് കേട്ടോ. അത് എല്ലാവരും കാണണം. പറ്റുമെങ്കിൽ വേഗം തന്നെ ഇടാൻ നോക്കാം കേട്ടോ, ഇൻഷാ അല്ലാ. ടൈമൊക്കെ സെറ്റായി വരുന്നില്ല, അതൊക്കെയാണ് പ്രശ്നം കേട്ടോ. പിന്നെ നാളത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുള്ള പ്ലാനിങ് ആണല്ലോ ഉള്ളത്. ഇങ്ങനെ ചെയ്താൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ ഇതിൽ എഴുതിയതിന് നമ്മൾ ചെയ്യണം എന്നൊന്നില്ല, ചില സാഹചര്യം ഒത്തിട്ടായിരിക്കണം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഫിലിമൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പിന്നെ പുറത്ത് പോയപ്പം ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തിന്നു. കുറച്ച് 12:45 ആ ഒരു സമയമാകുമ്പം തന്നെ പള്ളിക്കാൻ പോയിട്ടോ. സമയം പോയതേ അറിഞ്ഞിട്ടില്ല. പിന്നെ ബ്രഷ് ചെയ്യൽ വളരെയധികം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ 3 മാസം തുടങ്ങിയ ഒരു ബുക്ക് വായനയാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം 1 മണിയായിട്ടുണ്ട്. അതന്നെ കാര്യം. അപ്പം സമയം പോയത് തിരി അറിഞ്ഞിട്ടില്ല കേട്ടോ. 20 മിനിറ്റ് എങ്ങനെ പോയി എനിക്ക് അറിയില്ല. പിന്നെ അലാറൊക്കെ വെച്ച് നിസ്കരിക്കാൻ എണീക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ റിമൈൻഡറൊക്കെ വെച്ച് അങ്ങ് ബെഡൊക്കെ ശരിയാക്കിയിട്ട് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കര സാറ്റിസ്ഫാക്ഷനായി എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ് കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ഓൾസോ കമൻറ്റ്.